ഇതിനകത്ത് ഒറ്റൊരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്നലെ മലപ്പട്ടത്ത് നിത്യ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നേരിട്ട് റിട്ടേണിംഗ് ഓഫീസറെ മുന്നിൽ നിൽക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ സ്കൂട്ടിങ്ങിന്റെ സമയത്താണ് അവരവിടെ നിൽക്കുന്നത്. അവർ ഒപ്പിട്ട് കൊടുത്തു. അവരുടെ ഒപ്പ് കൃത്യമായ ഒപ്പുകൾ തന്നെയാണ്. ആ നോമിനേഷൻ ഫോം നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ റിട്ടേണിംഗ് ഓഫീസർ ഇട്ട ഒപ്പ് തെറ്റാണ്. 4 സൈസിലാണ് റിട്ടേണിംഗ് ഓഫീസർ ഇട്ടത്. ഈ നിത്യ എന്ന് പറയുന്ന കാൻഡിഡേറ്റിന്റെ ഒപ്പ് കറക്റ്റാണ്. ഇത് മനഃപൂർവ്വം തള്ളിയതാണ്. കൂട്ടം കൂടി നിന്നിട്ടുള്ള ഒരു അക്രമം അതാണ് അപ്പോൾ നിത്യശ്രീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് 5 പേരെ മാത്രമേ കയറ്റിവിടൂ എന്ന് പറഞ്ഞെടുത്ത് 50 പേരാണ് അവിടെ കയറിയുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇനി കൂട്ടം കൂടി ഒന്നും അതൊക്കെ പോട്ടെ, അതൊക്കെ മാറ്റിവെക്കാം. ആ സ്ഥാനാർത്ഥി നേരിട്ട് മുമ്പിൽ നിന്നിട്ട് പറയുന്നില്ലേ ഞാനാണ് ഒപ്പിട്ടതെന്ന്. പിന്നെ എന്തിനാ അത് തള്ളണം? ഇവിടെ സാധാരണ എങ്ങനെയാണ്, ഒരാള് ഒപ്പിട്ടോ ഇല്ലെന്ന് ആ ആള് പറഞ്ഞാൽ മതി ഇത് എന്റെ ഒപ്പാണ്, അത് ഒപ്പ് തന്നെയാണ്. പിന്നെന്ത് തോന്നിവാസമാണ് കാണിച്ചിരിക്കുന്നത്? ആ റിട്ടേണിംഗ് ഓഫീസർ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പട്ടത്തെ റിട്ടേണിംഗ് ഓഫീസർ, പഞ്ചായത്തിലെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ഇരിക്കാൻ യാതൊരു അവകാശവുമില്ല. അതുപോലെ തന്നെയാണ് ശ്രീ മാറി ജോർജ് പലയിടത്തും ഈ സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകുന്ന, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരാതികളൊക്കെ ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഈ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി? അത് ഇവരെന്തിനാണ് ഈ ഭയക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഭയക്കുന്നുണ്ട് എന്നതിന്റെ ഒരു വ്യക്തമായൊരു ചിത്രം തന്നെയല്ലേ ഇത്? CPM-നെ സംബന്ധിച്ചിടത്തോളം ആന്തൂരിൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ എല്ലായിടത്തും നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വന്നതാണ്. അവിടെ എല്ലാ വീടുകളും കയറി ഇറങ്ങുകയാണ്. ഈ CPM-ന്റെ അഖിലേന്ത്യാ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെ നിയോജകമണ്ഡലമാണ്. ആന്തൂരിൽ മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ട് ഇരുന്നത് ഗോവിന്ദൻ മാസ്റ്ററെ ഭാര്യയാണ്. അവിടെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ കോൺഗ്രസുകാരുടെ വീടുകൾ കയറി ഇറങ്ങുകയാണ്. നമുക്ക് സ്ഥാനാർത്ഥികളുണ്ട്. ഇവിടെ 2 വാർഡിൽ പിന്താങ്ങാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല. അവരെ CPM-കാർ ഭീഷണിപ്പെടുത്തുന്നു. അവിടെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും മാറി വീട് സ്ഥലവും എടുക്കേണ്ടി വരും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? എന്തിനാണ് CPM ഭയപ്പെടുന്നത്? CPM-ന് അറിയാം ആന്തൂര്, നിങ്ങൾക്കറിയാലോ, സാജന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആന്തൂരിൽ നിൽക്കുകയാണ്. ആന്തൂരിലെ ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അതൊന്നും ഒരിക്കലും ആയില്ല. കാരണം ആന്തൂരിലെ സാജൻ മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ CPM-ന്റെ ദേശാഭിമാനി പത്രത്തിൽ എഴുതിയ വാക്കുകൾ ആ കുടുംബത്തെ കണ്ണീരണിയിക്കുന്നതാണ്. എന്താണ് എഴുതിയത്? ഏതെങ്കിലും CPM-കാരൊന്ന് ചിന്തിച്ചു നോക്കണം. എന്താണ് എഴുതിയത്? ആ കുടുംബത്തെ ഇല്ലാതാക്കുന്ന ഒരാള് ആത്മഹത്യ ചെയ്തു, എന്നിട്ടും ആ കുടുംബത്തെ ഏത് രീതിയിലേക്കാണ് വലിച്ചിടുന്നത്? ഇതാണ് CPM എടുക്കുന്ന നിലപാട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവിടെ CPM ഭയപ്പെടുന്നത്. നോമിനേഷൻ ഇല്ലെങ്കിൽ പിന്നെ മത്സരമില്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാനാർത്ഥികളൊക്കെ പരാതി കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു മറുപടി, അതെങ്ങനെയാണ്? മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളാണ്, അവരുടെ ഒരു അവസരമാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇത് പോലീസിന്റെ നിലപാടെന്താ? പോലീസ് ആ തട്ടിക്കൊണ്ടുപോയ സ്ഥാനാർത്ഥിയുടെ അടുത്ത് ചെല്ലുമ്പോ പോലീസിന്റെ അടുത്ത് ഇവര് ഭീഷണിപ്പെടുത്തി പറയുന്നു അല്ലാന്ന് പറയണമെന്ന് പറയും. അപ്പൊ അവര് പറയും അല്ലാന്ന് പറയും, തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് പറയും. അത് പോലീസ് റെക്കോർഡ് ചെയ്യും. ഇതാണ് നടക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.